സാധാരണ +2 വിദ്യാർത്ഥിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ ടെൻഡർ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? കേൾക്കുമ്പോൾ ആദ്യം ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് കേന്ദ്ര സർക്കാരിനെ വരെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് 17 വയസ്സ് മാത്രം പ്രായമുള്ള സാർത്ഥക് സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി. അതെ, സാർത്ഥക് സിദ്ധാർത്ഥ് CBSE സ്കാമിൽ കത്തുന്ന ഇന്ത്യയിലെ ദ റിയൽ വിസിൽ ബ്ലോഗർ. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിയായ ഒരു +2 വിദ്യാർത്ഥി ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പരമോന്നത സഭയായ പാർലമെന്റിലെ ഒരു പാനലിന് മുൻപിൽ താൻ നടത്തിയ ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. CBSEയുടെ പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനമായ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ടെൻഡറുകളിൽ നടന്ന വൻ ക്രമക്കേടുകളാണ് ഈ കൗമാരക്കാരൻ പുറത്തു കൊണ്ടുവന്നത്. രാജ്യത്തെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാതിരുന്ന ഒരു കാര്യം 17കാരൻ സാധിച്ചെടുത്തു. അവൻ തുടങ്ങിയ പോരാട്ടം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഉലച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ 17കാരൻ CBSEയുടെ കള്ളക്കളികൾ പൊളിച്ചടക്കിയത്? നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് 2025-26 അധ്യയന വർഷത്തിലാണ്. CBSE +2 പരീക്ഷ എഴുതിയ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സാർത്ഥക് സിദ്ധാർത്ഥ്. പരീക്ഷാഫലം വന്നപ്പോൾ സാർത്ഥകിന് തന്റെ ചില പേപ്പറുകൾക്ക് വിചാരിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചത്. നന്നായി പഠിക്കുന്ന സാർത്ഥകിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മാർക്ക് പുനർപരിശോധനയ്ക്കായി അവൻ തന്റെ ഡിജിറ്റൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ കയ്യിൽ കിട്ടിയ കോപ്പി കണ്ട സാർത്ഥക് ഞെട്ടിപ്പോയി. ചില പേജുകൾ പൂർണ്ണമായും ബ്ലറായിരുന്നു, വായിക്കാൻ പോലും കഴിയില്ല. ചില പേജുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു, അതിലും കഷ്ടം. ചില ഉത്തരങ്ങൾ അത് മൂല്യനിർണ്ണയം നടത്താതെയാണ് മാർക്ക് ഇട്ടിരിക്കുന്നത് പോലും. രാജ്യത്തെ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ പലർക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. എങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന രൂപമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവരെല്ലാവരും. എന്നാൽ സാർത്ഥക് ഈ പിഴവിന് പിന്നിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. CBSE ഇത്തവണ ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിച്ച OSM പോർട്ടലിലെ തകരാറുകളാണ് ഇതിന് കാരണമെന്ന് അവൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ CBSE എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിലേക്ക് അവൻ എത്തിയത്. ലക്ഷക്കണക്കിന് പേരുടെ ജീവിതം വെച്ചാണ് CBSE കളിച്ചത് എന്ന് അവൻ തുടക്കത്തിലെ മനസ്സിലാക്കി. തുടർന്ന് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവിനെ പോലെയാണ് സാർത്ഥക് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിക് പ്രൊക്യൂട്ട്മെന്റ് പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള CBSEയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവൻ ഡൗൺലോഡ് ചെയ്തു. അവനൊപ്പം നിസർഗാധികാരി എന്ന ഒരു +2 വിദ്യാർത്ഥി കൂടി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ജേർണലിസ്റ്റുകളെയും എക്സ്പേർട്ടുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ രേഖകളെല്ലാം പഠിച്ചു. 576-ലധികം CBSE ടെൻഡർ രേഖകളാണ് ഈ 17കാരൻ വിശകലനം ചെയ്തത്. ഒടുവിൽ CBSE നിയമങ്ങൾ അട്ടിമറിച്ചു നടത്തിയ 15ഓളം വലിയ ക്രമക്കേടുകൾ അവൻ കണ്ടെത്തുകയായിരുന്നു. 3 ഘട്ടങ്ങളായാണ് OSM കരാറിനുള്ള ടെൻഡർ പ്രക്രിയകൾ നടന്നതെന്ന് സാർത്ഥക് കണ്ടെത്തി. ഈ 3 ഘട്ടങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അഴിമതിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നത്. 1ാം ഘട്ട ടെൻഡർ പോർട്ടലിൽ നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷമാകുകയായിരുന്നു. 2ാം ഘട്ടത്തിൽ IT ഭീമന്മാരായ TCS അടക്കമുള്ള കമ്പനികൾ പങ്കെടുത്തുവെങ്കിലും അവരെയെല്ലാം സാങ്കേതിക പരിശോധനയിൽ പരാജയപ്പെടുത്തി ടെൻഡർ റദ്ദാക്കി. ഒടുവിൽ 3ാം ഘട്ടത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായ കോപ്റ്റ് എഡ്യൂടെക് എന്ന കമ്പനിക്ക് കരാർ നൽകാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം എന്ന് അവൻ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. CBSE ഒരു പ്രത്യേക കമ്പനിയെ സഹായിക്കാനായി തങ്ങളുടെ കർശന നിബന്ധനകളിൽ വലിയ ഇളവുകൾ വരുത്തിയതായി അവൻ തെളിവുകൾ സഹിതം കണ്ടെത്തി. 1. പൂർവ്വകാല ചരിത്രം വായിച്ചു എന്നതാണ്. അതായത് മുൻപ് കരാറുകൾ പൂർത്തിയാക്കാത്ത കമ്പനികളെ അയോഗ്യരാക്കണമെന്ന 3 കർശന വകുപ്പുകൾ പുതിയ ടെൻഡറിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു അവർ. കരിമ്പട്ടിക നിയമത്തിൽ കൃത്രിമത്വം കാട്ടുന്നു. പഴയ ടെൻഡർ മുൻപ് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് യോഗ്യത ഇല്ലാതെ ഇരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ രേഖയിൽ അത് നിലവിൽ കരിമ്പട്ടികയിൽ ഉള്ളവർക്ക് മാത്രം വിലക്ക് എന്ന് തിരുത്തി മാറ്റുകയായിരുന്നു. സാമ്പത്തിക ഇളവുകൾ നൽകിയതാണ് മറ്റൊരു കാര്യം. ടെൻഡറിൽ പങ്കെടുക്കാൻ ആവശ്യമായ 50 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് എന്ന പരിധിയിൽ കോപ്റ്റ് കമ്പനി കഷ്ടിച്ചാണ് യോഗ്യത നേടിയത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് പോലെയുള്ള വൻപന്മാരെ ഒതുക്കാനാണ് ഈ വഴിവിട്ട് സഹായം ചെയ്തത്. സോഫ്റ്റ്വെയറിന്റെ ഡാറ്റ സുരക്ഷയിലും വലിയ വിട്ടുവീഴ്ചകളാണ് നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ കോപ്റ്റ് എഡ്യൂടെക് എന്ന കമ്പനിയുടെ പശ്ചാത്തലമാണ്. മുൻപ് ഗ്ലോബറേന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കമ്പനി തെലങ്കാനയിലെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വരുത്തിയ കടുത്ത സാങ്കേതിക പിഴവുകൾ കാരണം വിവാദത്തിൽ ആയവരാണ്. അന്ന് തെറ്റായ റിസൾട്ടുകൾ കണ്ട മാനസിക വിഷമത്തിൽ ജീവനൊടുക്കിയത് 23 വിദ്യാർത്ഥികളാണ്. അത്രയും ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കമ്പനിക്കാണ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്ന മൂല്യനിർണ്ണയ ചുമതല CBSE നൽകിയത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യം.
സാർത്ഥക് തന്റെ ബ്ലോഗിലൂടെ പുറത്തുവിട്ട ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. സംഭവം വിവാദമായതോടെ വിദ്യാഭ്യാസം, കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി പ്രസന്റേഷൻ നൽകാൻ സാർത്ഥകിന് ക്ഷണം ലഭിച്ചു. കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുൻപിൽ അവൻ CBSEയുടെ കള്ളക്കളികൾ തുറന്നു കാട്ടി. ഒരു വിദ്യാർത്ഥി നൽകിയ തെളിവുകൾ കണ്ട് ഞെട്ടിയ പാർലമെന്ററി പാനൽ വിഷയത്തിൽ ഉടനടി വിശദീകരണം നൽകാൻ CBSE ചെയർമാനും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കും ഔദ്യോഗികമായി സമൻസ് അയച്ചിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. തന്റെ ഭാഗ്യക്കേടെന്ന് ഓർത്തിരിക്കാതെ തനിക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട മാർക്ക് ലഭിക്കാതെ ഇരുന്നപ്പോൾ അതിന് പിന്നാലെ പോയ സാർത്ഥകിന് കയ്യടി നൽകാതെ തരമില്ല. 17 ലക്ഷം വിദ്യാർത്ഥികളുടെ ജീവിതം തുലാസിൽ നിർത്തിയ CBSEയുടെ കള്ളത്തരങ്ങൾ ഇപ്പോൾ രാജ്യമൊട്ടാകെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്.